കഴിഞ്ഞ 5 വർഷമായി വൈകുന്നേരം 4-5 പേരുടെ മുമ്പിൽ വിചാരണയ്ക്ക് കിടന്നു കയറിയ ഞങ്ങൾ ഇല്ലേ? എത്ര നിങ്ങളൊക്കെ ചീത്ത കേട്ടിന് ഈ സർക്കാരിൻ്റെ ഇത് വിളിച്ചു പറയാൻ? ഞങ്ങളും പണിയെടുത്തവരാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ഭയങ്കര നീറ്റലുണ്ട് ഇവിടെ. സഹോദരന്മാരെ, UDF നമുക്കറിയാം 102 സീറ്റുകൾ നേടി 10 വർഷത്തിന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയിരിക്കുമ്പോൾ നമുക്കറിയാം കേരളം ഇന്ന് ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കോൺഗ്രസിന് അവരുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയുള്ള മുഴുവൻ ആളുകളും ഉറഞ്ഞുതുള്ളി ഇതിനെതിരെ അഭിപ്രായം പറയുകയും മറ്റുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടക്ക് അതൊക്കെ ഒരുപക്ഷെ ഒരു വിപരീത രാഷ്ട്രീയ വശമുള്ള കോൺഗ്രസിനെ തുടച്ചു നീക്കണമെന്നൊക്കെ പറയുന്നവർ അവസരം പാത്ത് സംസാരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ, ഈ ഒരു വിജയത്തിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ കരുത്തുറ്റ ശക്തി എന്ന് പറയുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും തന്നെ ഇപ്പോൾ ഇടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം ഈ വിജയത്തിലെ UDFന് ഇത്രയും വലിയ ഒരു വിജയം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക്, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് വളരെ ശക്തമാണ് എന്ന കാര്യത്തിൽ കേരളത്തിലെ ചെറുങ്ങനെ രാഷ്ട്രീയം അറിയുന്ന ഒരാൾക്കും സംശയമുണ്ടാവില്ല എന്നുള്ളതാണ്. ആ ഒരു സ്ഥിതിക്ക് ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കേട്ടതുപോലെ ഷാഫി ചാലിയം പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ ചാനലുകളിൽ വന്നിരിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഒരു നീണ്ടുപോകുന്ന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാൻ നീണ്ടുപോകുന്ന ഈ ഒരു സംവിധാനത്തെ പരസ്യമായി എതിർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ മലപ്പുറം ജില്ലയുടെ ഒരു ഭാരവാഹി തുറന്നടിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം വളരെ ശക്തവും വ്യക്തവുമായി തുറന്നടിച്ചു. ഈ ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളും അതുപോലെ ചാനൽ ചർച്ചയ്ക്ക് വരുന്നവരൊക്കെ തുറന്നടിക്കുന്നതിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നത് ഇവർ ഒരിക്കലും നേതാക്കൾ അറിയാതെ ഇത്തരത്തിൽ തുറന്നടിക്കുകയില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കൃത്യമായി നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സംസാരിക്കുന്ന, പറയുന്ന, പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഇപ്പോൾ തുറന്നടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഒക്കെ കൂടുന്ന ആ ഒരു മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ ആഞ്ഞടിക്കുന്നത്. ഇനിയും ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് മുന്നണിക്കുള്ളിലേക്ക് തന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ കാരണമെന്ന് പറയുന്നത് നമ്മുടെ കുയൽനാടനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെതിരെ, മുസ്ലിം ലീഗ് അഭിപ്രായം പറയുന്നതിനെതിരെ സാദിഖലി തങ്ങൾ പത്രമാധ്യമങ്ങളുടെ ബൈറ്റിന് മറുപടി എന്നോണം ജനവികാരത്തെ മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശന് സപ്പോർട്ടായി പരസ്യമായി സംസാരിച്ചിരുന്നു. ഈ ഒരു സംസാരം ഒരുപക്ഷെ ചില കുയൽനാടന്മാർക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് കൂടി അത്തരത്തിൽ ആ ഒരു സമയത്ത് മാത്യു കുയൽനാടൻ മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള വോയിസുകൾ ഉയർന്നു വന്നതുകൊണ്ടാണ് ഇപ്പോൾ തമ്മാമലടിയാകുന്ന രീതിയിലേക്ക്, ഈ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുയൽനാടൻ പറഞ്ഞത് ഇതായിരുന്നു: ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്നയാളാകണമെന്ന് കോൺഗ്രസ് പറയൂ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്നയാളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം കോൺഗ്രസ് ആരോടും പറയൂ? അല്ലെങ്കിൽ RSPയുടെ നേതാവ് ഇന്നയാളാകണം, RSPയുടെ മന്ത്രി ഇന്നയാളാകണം, കേരള കോൺഗ്രസിന്റെ മന്ത്രി ഇന്നയാളാവുന്നതാണ് നല്ലത്, മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയോ? അങ്ങനെ പറഞ്ഞിട്ട് ഡോണ്ട് മേക്ക് കൺഫ്യൂഷൻസ്. പത്രങ്ങളുടെ ചോദ്യത്തിന് മാത്യു കുയൽനാടൻ പറയുന്നത് മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാവണമെന്ന് കോൺഗ്രസ് പറയുമോ? കേരള കോൺഗ്രസിന്റെ നേതാവ് ആരാകണമെന്ന് കോൺഗ്രസ് പറയുമോ? ഇതൊക്കെ എങ്ങനെയാണ്? അതുകൊണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാവണമെന്ന് മുസ്ലിം ലീഗ് പറയണ്ട എന്നുള്ളതാണ് ഇതിലൂടെ മാത്യു കുയൽനാടൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ കുയൽനാടൻ അറിഞ്ഞുകൂടാ ഈ വിജയം ഇത്ര കണ്ട് ഭംഗിയിലേക്ക് എത്തിച്ച ഒരു നേതൃത്വമാണ് മുസ്ലിം ലീഗ് എന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും മുസ്ലിം ലീഗ് അതിന് അധോരാത്രം പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും കുയൽനാടന് കൃത്യമായി അറിഞ്ഞുകൂടാ. ഈ ഒരു ബൈറ്റിൽ തന്നെ കുയൽനാടൻ പറയുന്നുണ്ട്, ഈ വിജയം KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒരുപാട് അണികളുടെ അവരുടെ പ്രയത്നത്തിന്റെ വിജയമാണെന്ന്. നേരെ മറിച്ച് VD സതീശൻ ഈ വിജയങ്ങളെയൊക്കെ എപ്പോൾ പറയുമ്പോഴും ഇത് ടീം UDFന്റെ വിജയമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. കാരണം അദ്ദേഹത്തിനും കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം നേതാക്കൾക്കും
ഇത് മുസ്ലിം ലീഗിന്റെ കൂടി വിജയമാണ്, അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ ഇത് പറയാൻ അർഹർ മുസ്ലിം ലീഗാണ് എന്ന് കൃത്യമായി അറിയുന്നവരാണ്. ഒരുപക്ഷെ എൻ്റെ അഭിപ്രായ പ്രകാരം മുസ്ലിം ലീഗിന് കേരളത്തിലുള്ള ശക്തി എന്ന വണ്ണം അവർക്ക് സീറ്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം 27 സീറ്റാണ് ഇപ്പോൾ ഈ പ്രാവശ്യം മുസ്ലിം ലീഗിന് ലഭിച്ചത്. അതിൽ 22 സീറ്റിലും മുസ്ലിം ലീഗ് ജയിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് തകർന്നടിയുന്ന സമയത്ത് പോലും മുസ്ലിം ലീഗ് അത്യാവശ്യം നിലവാരത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു ഗുണമേന്മ എന്ന് പറയുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിലാണ് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളത് എങ്കിൽ എത്രയോ പെട്ടെന്ന് തന്നെ അവർക്ക് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പാണക്കാട് തങ്ങൾ അത് പ്രഖ്യാപിക്കലോടുകൂടി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷെ കോൺഗ്രസിന് അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയാണ്. കോൺഗ്രസ് ഈ ചർച്ചകൾക്ക് നടുവിൽ തന്റെ മുന്നണിയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കക്ഷിയെ ചില ആളുകൾ, ചില MLA-മാർ തന്നെ കുത്തിനോവിക്കുകയാണ്. പല MLA-മാരും 63 MLA-മാർ കോൺഗ്രസിനുണ്ടെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം MLA-മാരും മുസ്ലിം ലീഗിന്റെ വോട്ടില്ലായിരുന്നുവെങ്കിൽ MLA സ്ഥാനം നിലം തൊടുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാകുമ്പോഴാണ് മുസ്ലിം ലീഗിനെതിരെ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. KC വേണുഗോപാലിന്റെ ഈ ഒരു വാശി പിടിക്കൽ, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ മത്സരത്തിനിറങ്ങാതെ പിൻവാതിലിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിലുള്ള ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വടംവലി പിടിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് അധപ്പതനത്തിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ അസ്തമനത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് KC വേണുഗോപാൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേക്ക് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അതിന് KCയെ വിടാൻ പാടില്ല. KCയെ ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ തന്നെ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്നാണ് KC വേണുഗോപാൽ വിജയിച്ചു കയറുക എന്ന് നമുക്കറിയില്ല. കോൺഗ്രസിന് ഈ മുസ്ലിം ലീഗിനോട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം, നിങ്ങൾ അതിൽ ഇടപെടണ്ട എന്ന് പറയുന്ന കോൺഗ്രസിന് ഏതാണ് കോൺഗ്രസിനൊരു കൃത്യമായും അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു മണ്ഡലം ഏതാണ് കോൺഗ്രസിനുള്ളത്? ചോദിച്ചു പോവുകയാണ്. മുസ്ലിം ലീഗിനുണ്ട്. അതാണ്, മുസ്ലിം ലീഗിന് അത്തരത്തിലുള്ള മണ്ഡലങ്ങളുണ്ട്. മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് ഇല്ലാതെ, മുസ്ലിം ലീഗ് VD സതീശനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഏത് മണ്ഡലത്തിൽ നിന്നാണ് കോൺഗ്രസ് ഒറ്റക്ക് അവരെ MLA സ്ഥാനം വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിയുക? പക്ഷെ മുസ്ലിം ലീഗിന് കഴിയും. എന്തിലധികം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായ രാഹുൽ ഗാന്ധി പോലും മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷമുള്ള വയനാട് സീറ്റ് തെരഞ്ഞെടുത്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു ഉറപ്പിച്ച സീറ്റ് എന്നോണം വയനാട്ടിൽ വന്ന് മത്സരിച്ചു എന്നുള്ളതാണ്. അവിടെ മുസ്ലിം ലീഗിന്റെ വോട്ടില്ലെങ്കിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ കേരളത്തിലെ രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തേക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ഏതെങ്കിലും ഒരു മാത്യു കുഴൽനാടന്മാർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇന്നലെ ചർച്ചയിൽ ആ മാത്യു കുഴൽനാടന്റെ ആ ഒരു സംസാരത്തിന് ചർച്ചക്ക് നടുവിൽ ഷാഫി ചാലിയം മറുപടി അങ്ങ് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾ പറയാനുള്ളത്, ഞങ്ങളോട് ഹൈക്കമാൻഡ് അഭിപ്രായം ഇങ്ങോട്ട് ചോദിച്ചതാണ്. ഞങ്ങൾ വലിഞ്ഞു കയറി പോയതല്ല. ചോദിച്ചപ്പോൾ ഞങ്ങൾ അഭിപ്രായം എന്താണോ ഞങ്ങളെ നേതാക്കൾ പറഞ്ഞിരിക്കും. അപ്പൊ അതാണ് ഈ ഒരു മറുപടി എന്ന് പറയുന്നത്. ഇത് കൃത്യമായും കുഴൽനാടനുള്ള മറുപടിയാണ്. ഞങ്ങൾ വലിഞ്ഞു കയറി പോയവരല്ല. ഞങ്ങളോട് ഇങ്ങോട്ട് ഹൈക്കമാൻഡ് ചോദിച്ചു, ഞങ്ങളെ നേതാക്കളോട്, അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾ വലിഞ്ഞു കയറിപ്പോയി ആരുടെയെങ്കിലും മുഖ്യമന്ത്രി ആരാവണമെന്ന് പറഞ്ഞ ഒരു നേതൃത്വമല്ല മുസ്ലിം ലീഗിൻ്റെത്. അപ്പൊ അത്തരത്തിൽ ഇത് വളരെ കൃത്യമാണ്. കുഞ്ഞാലിക്കുട്ടിയോടും സാദിഖ് അലി തങ്ങളോടും ഒക്കെ ഹൈക്കമാൻഡാണ് ചോദിച്ചത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം അത് ചോദിക്കൽ അത്യാവശ്യമാണ്. മുസ്ലിം ലീഗ് ഒരു ചെറിയ ശക്തിയല്ല. കോൺഗ്രസിലെ UDF-ലെ ഒരു പ്രധാന ഘടകകക്ഷി എന്ന നിലക്ക് ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ ഇന്ന് കേരളത്തിൽ ശക്തിയുള്ള ഒരു പാർട്ടിയും ഒരു സ്ട്രൈക്ക് റേറ്റ് കൂടുതലുള്ള പാർട്ടിയും എവിടെ ആരൊക്കെ നിപ്പിച്ചാൽ പ്രധാനമായും ഏതെങ്കിലും ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും അത് മുസ്ലിം ലീഗ് മാത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ ഒരുപാട് മണ്ഡലങ്ങൾ കോൺഗ്രസിന്റെ സപ്പോർട്ടില്ലാതെ വിജയിച്ചു കയറാൻ മുസ്ലിം ലീഗിന് ഇന്ന് കഴിയും. പക്ഷേ കേരളത്തിൽ ഏത് മണ്ഡലത്തിലാണ് പ്രത്യേകിച്ച് മലബാറിൽ കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടില്ലാതെ വിജയിച്ചു കയറാൻ കഴിയുക?
തീർച്ചയായും അതിൽ സംശയമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം മുസ്ലിം ലീഗ് ഇത്തരത്തിൽ നീണ്ടുപോകുന്നതിൽ, ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗിൽ വളരെ വലിയ അതൃപ്തിയുണ്ട്. അത് പരസ്യമാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ഒരു നേതാവ് പറഞ്ഞത്, ഞങ്ങൾക്ക് കല്യാണ വീടുകളിലോ ഞങ്ങൾക്ക് മറ്റ് സൽക്കാരങ്ങളിലോ എന്തിലധികം കടയിൽ വരെ പരസ്യമായി പോകാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾക്കും MLA മാർക്കും ഉണ്ടായിരിക്കുന്നു. ഈ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ചത് ഒരുപക്ഷെ കോൺഗ്രസ് ആണ്. വേറെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാൽ ആണ് എന്ന് വളരെ കൃത്യമായി പറയാം. അദ്ദേഹം മത്സരത്തിനില്ലെന്ന്, ഞാൻ മത്സരത്തിനില്ല, എന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ കാണണ്ടെന്ന് ഈ ഒരു ഇലക്ഷൻ വരുന്നതിന് മുമ്പ് പറയുകയും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിൻവാതിലിലൂടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ നീക്കം നടത്തുകയും ചെയ്യുന്നത് വളരെ മോശകരമായ, ജനങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഒരു പരിപാടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇത്തരത്തിൽ തന്നെ നീണ്ടുപോകുകയാണെങ്കിൽ മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗിന് വളരെ വലിയ അതൃപ്തി ഉണ്ടാകുമെന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നീണ്ടുപോയി അത് ഭരണ പ്രതിസന്ധിക്ക് തന്നെ കാരണമാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. KC വേണുഗോപാലിന്റെ ഈ കളി കേരളത്തിലെ കോൺഗ്രസിന്റെ അധപ്പതനത്തിലേക്ക് നയിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ KC പിൻവാങ്ങുക എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി KCയെ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ തന്നെ അദ്ദേഹത്തിന് വിശ്വസ്തയോടുകൂടെ നിന്ന് മത്സരിക്കാൻ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടില്ലാതെ ഒരു മണ്ഡലവും കോൺഗ്രസിന് കേരളത്തിൽ ഇല്ല എന്നവർ മനസ്സിലാക്കുന്നത് ഉചിതമാകും. ഇന്നോ നാളെയോ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.